അഭിനവ് വിക്രമിന്റെ ക്യാബിനിൽ എത്തിച്ചേർന്നു. അഭിനവ് അകത്തേക്ക് വന്ന ഉടനെ വിക്രം തന്റെ കാർഡ് അവന്റെ നേരെ നീട്ടി. ഇതാ VIP കാർഡ്, ഫ്രണ്ടിനോടൊപ്പം ഹാപ്പി ആയിട്ട് ലഞ്ച് കഴിക്കൂ. വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. താങ്ക്സ് അങ്കിൾ. അഭിനവ് വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താഴെ റോഷനി കാത്തു നിൽക്കുന്നത് കൊണ്ട് അഭിനവ് കൂടുതൽ നേരം അവിടെ ചെലവഴിച്ചില്ല. വിക്രമിന്റെ ക്യാബിനിൽ നിന്ന് അവൻ വളരെ വേഗം പുറത്തു കടന്നു. എന്നാൽ ആദ്യം നിന്ന സ്ഥലത്ത് അവളെ കാണാനുണ്ടായിരുന്നില്ല. അവിടെ അടുത്ത് തന്നെയായിരുന്നു വിക്രമിന്റെ VIP റെസ്റ്റോറന്റ്. ചുറ്റും നോക്കിയപ്പോൾ റെസ്റ്റോറന്റിന് പുറത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ റോഷനി നിൽക്കുന്നത് അഭിനവ് കണ്ടു. അഭിനവ് വേഗം അവളുടെ അരികിലേക്ക് ചെന്നു. അഭിനവിനെ കണ്ടതും റോഷനി അവനെ സംശയത്തോടെ നോക്കി. എന്നാൽ അഭിനവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പോകാം, അഭിനവ് പെട്ടെന്ന് അവളോട് ചോദിച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. വരൂ, അവൻ വിളിച്ചു. രണ്ടുപേരും ഹോട്ടലിനുള്ളിൽ കയറി ഗാർഡൻ വ്യൂ ഉള്ള ഒരു ടേബിൾ നോക്കിയിരുന്നു. അഭിനവ് ബോധപൂർവം റോഷനെ നോക്കിയില്ല. എന്നാൽ റോഷനിയുടെ കണ്ണുകൾ അഭിനവിന്റെ മുഖത്ത് തന്നെയായിരുന്നു. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ അഭി? എല്ലാം ഓക്കെ അല്ലേ? ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, അഭിനവ് പറഞ്ഞു. റോഷൻ തന്നെ അബി എന്ന് വിളിച്ചത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അബി എന്തിനാണ് ഇവിടുത്തെ ഓഫീസിൽ പോയത്? നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? റോഷനി അവനോട് ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് വിശന്നിട്ട് വയ്യ. അഭിനവ് റോഷനി പറഞ്ഞത് കേൾക്കാത്തത് പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ റോഷനി അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അഭിനവ് ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. ഇല്ലെന്ന്, എന്നെ കണ്ടപ്പോ മുതൽ ചോദിക്കുന്നതാണല്ലോ ഇത്. ഞാൻ എന്ത് മറച്ചു വെക്കാനാണ്? റോഷനി അതിന് മറുപടി കൊടുക്കാൻ പോകുമ്പോഴേക്കും വെയിറ്റർ അവരുടെ അരികിലേക്ക് വന്നു. അതോടെ പറയാൻ വന്നത് റോഷനി നിർത്തിവെച്ചു. അഭിനവും റോഷനിയും വെയിറ്റർക്ക് ഓർഡർ നൽകി. വെയിറ്റർ ഉടനെ തന്നെ അവിടുന്ന് പോയി. എന്നാൽ റോഷനി അഭിനവനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള വ്യഗ്രത അവൾക്കുള്ളിലുണ്ടായി. അഭിനവ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് SR പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു ചെറിയ ജോലിയുണ്ട്, അഭിനവ് പറഞ്ഞു. അത് വിക്രം സാറിന്റെ കമ്പനിയല്ലേ? അവൾ ചോദിച്ചു. അഭിനവ് അതേ എന്ന് തലയാട്ടി. വീണ്ടും റോഷനി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരോ ഒരാൾ പുറകിൽ വന്ന് അവളെ വിളിച്ചു. നമ്മളെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യ്. അത് കേട്ട് റോഷനി തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോർമൽ വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു പയ്യൻ അവളുടെ അരികിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. അവന്റെ കണ്ണുകൾ റോഷനിയിൽ തന്നെയായിരുന്നു. കൊള്ളാം, ഈ ആളൊരു കൊച്ചു സുന്ദരി തന്നെ. എനിക്കാണെങ്കിൽ ഈ സുന്ദരി പെങ്കുച്ചുങ്ങൾ ഒരു വീക്ക്നെസ് ആണ്. അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് മതിയാവില്ല. മോള് വാ, നിനക്ക് ചേട്ടൻ നല്ലൊരു ട്രീറ്റ് തരാം. ഇന്ന് അതിനുള്ള ഭാഗ്യം നിനക്കാണ്. ആ പയ്യൻ ഒരു വഷളം പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അവന്റെ മുഖം കണ്ടാൽ തന്നെ അവൻ അത്ര നല്ല ആളല്ലെന്ന് മനസ്സിലായിരുന്നു. റോഷനിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. അഭിനവിനും അവൻ എന്തുദ്ദേശത്തോടെയാണോ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. റോഷനി അഭിനവിനെ നോക്കി. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ഞങ്ങളിപ്പോ ഒരു ഡേറ്റിങ്ങിലാണ്. തൽക്കാലം അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തോളാം. മോൻ ചെല്ല്, അഭി പറഞ്ഞു. അയ്യോ, ചേട്ടൻ ഡേറ്റിങ്ങിന് വന്നാണോ? കണ്ടപ്പോ ഇവളുടെ വല്ല ബോഡി ഗാർഡാണെന്ന് കരുതി. ഡേറ്റിങ്ങിലാണെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടെ പറയാ, ഇറങ്ങിപ്പോ. ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റ് ചെയ്യാൻ മാത്രം നീയൊന്നും ആയിട്ടില്ല. അതൊക്കെ എന്നെ പോലെ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇത് കേട്ട് അഭിനവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, അവൻ എത്രത്തോളം പോകുന്നു നോക്കാം, അഭിനവ് ചിന്തിച്ചു. അപ്പോൾ ആ പയ്യൻ റോഷനിയുടെ തൊട്ടരികിൽ വന്ന് നിന്നു. നീ വളരെ സുന്ദരിയാണ്, നല്ല കുടുംബത്തിലാണെന്ന് നിന്നെ കാണുമ്പോ തന്നെ അറിയാം. ബട്ട് ഇവനെ പോലുള്ളവരെ ഡേറ്റിങ്ങിന് ചൂസ് ചെയ്യരുത്. നോക്ക്, എന്നെ പോലെ സ്റ്റൈലായിട്ട് നടക്കുന്ന എത്രയോ പയ്യന്മാരുണ്ട് ഇവിടെ. ഇവൻ ഈ റെസ്റ്റോറന്റിൽ കയറിയത് തന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടാവും. നിനക്ക് വേണ്ട ഒരു ചെരുപ്പ് പോലും വാങ്ങിത്തരാനുള്ള കഴിവ് ഇവനൊന്നും ഉണ്ടാവില്ല. വലിയ കാര്യത്തിൽ അവൻ റോഷനി ഉപദേശിച്ചു. ഇത് കേട്ടതും അഭിനവ് അവനെ രൂക്ഷമായി നോക്കി. എന്നാൽ അഭിനവനെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എന്റെ കൂടെ വാ, ട്രസ്റ്റ് മീ. ഞാൻ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. യു ഡോണ്ട് നീഡ് ടു ബി വിത്ത് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഏതോ ഫ്രോഡിനുണ്ടായതാണ്. റോഷനിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. അഭിനവൻ ഇത്തവണ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ അച്ഛനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. ടേബിളിൽ ഇരുന്ന ഒരു ഗ്ലാസ് ജാർ എടുത്ത് അഭി ആ പയ്യന്റെ തലയിൽ ആഞ്ഞടിച്ചു. അവന്റെ തല പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എന്നിട്ടും അഭിനവ് അവനെ വിട്ടില്ല. താഴെ വീണ് അവനെ കോടറിൽ പിടിച്ചെഴുന്നേപ്പിച്ച് വായുവിൽ ഉയർത്തി നിർത്തി. അഭി, താനിത് എന്താ ചെയ്യുന്നേ? വിടവനെ, റോഷനി ഉറക്കെ പറഞ്ഞു. ബഹളം കേട്ട എല്ലാവരും അവിടേക്ക് നോക്കി. എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് അഭിനവ് ഒരു ചെറുപ്പക്കാരനുമായി തല്ലുണ്ടാക്കുന്നതാണ്. എടോ, ആ ചെറുക്കനങ്ങ് വിട്, താനെന്തിനാ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആളുകൾ അഭിനവനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അഭിനവ് ആരുടെയും വാക്കുകൾ കാര്യമാക്കിയില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ
അവൻ തന്റെ അച്ഛനെ ഫ്രോഡെന്ന് വിളിച്ച കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അഭിനവ് ഉടനെ ആ പയ്യന്റെ കോളർ പിടിച്ച് വലിച്ച് അവന്റെ മൂക്കിൽ ശക്തമായി ഇടിച്ചു. എന്താടാ നീ പറഞ്ഞത്? എന്റെ അച്ഛൻ ഫ്രോഡാണെന്നോ? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ഇതാണോ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചത്? പറയടാ, ഇതാണോ നിന്റെ കുലമഹിമ? അഭിനവ് ദേഷ്യത്തോടെ അവരോട് ചോദിച്ചുകൊണ്ട് വീണ്ടും അവനെ തല്ലാൻ തുടങ്ങി. ഇതുവരെ അഭിനവനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നവൻ പിന്നെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അവന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. അത് വസ്ത്രങ്ങളിൽ പടർന്നു. പക്ഷെ അഭിനവ് അവനെ അടിക്കുന്നത് നിർത്തിയില്ല. അഭിനവ് തന്റെ കലി തീരുന്നതുവരെ അവനെ തല്ലിക്കൊണ്ടിരുന്നു. അഭിനവന്റെ ഈ രൂപം കണ്ട് റോഷ്നി ഭയന്നുപോയി. അവൻ ഇത്തരം ദേഷ്യക്കാരനാണെന്ന് അവൾ കരുതിയില്ല. ആരെങ്കിലും അവനൊന്ന് പിടിച്ചു മാറ്റ്, ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലേ? ഇവൻ ആ ചെറുക്കനെ കൊല്ലുമെന്നാ തോന്നുന്നത്. ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താൻ അവനെ അല്പം കൂടുതലായി തല്ലിയെന്ന് അഭിനവനും തോന്നി. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു തനിക്ക് ഇതുവരെ എന്ന് അപ്പോഴാണ് അബിക്ക് ബോധ്യം വന്നത്. അഭിനവ് തിരിഞ്ഞ് റോഷ്നിയെ നോക്കി. റോഷ്നി ആ ബഹളം കണ്ട് ഭയന്ന് അല്പം ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അഭിനവ് അങ്ങോട്ട് നോക്കിയതും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. തന്നെ കുറ്റപ്പെടുത്തുന്നവർക്കിടയിൽ നിന്ന് ചിരിയോടെ നിൽക്കുന്ന റോഷ്നിയെ കണ്ടപ്പോൾ അഭിനവന് കുറച്ച് സമാധാനം തോന്നി. പെട്ടെന്ന് നിലത്ത് വീണ് കിടക്കായിരുന്ന ആ പയ്യൻ എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് ഓടി വന്നു. അബിയെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നു അവൻ വന്നത്. എന്നാൽ അഭിനവ് പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ കഴുത്തിൽ പിടിച്ചു. ശേഷം അഭിനവ് ചുറ്റും നോക്കി. എല്ലാവരും അവിടെ നടക്കുന്ന അടിപിടി മൊബൈലിൽ പകർത്തുന്ന തിരക്കിലാണ്. ഇതെല്ലാം കണ്ടപ്പോൾ അഭിനവന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. അപ്പോഴാണ് ഹോട്ടൽ മാനേജർ അങ്ങോട്ട് വന്നത്. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇതൊരു മാർക്കറ്റ് അല്ല, 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിന്റെ അവസ്ഥ കണ്ട് മാനേജറുടെ മനസ്സ് കലങ്ങി. അഭിനവ് തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് മുൻപ് അവൻ മർദ്ദിച്ചവശനാക്കിയ പയ്യൻ കരഞ്ഞുകൊണ്ട് മാനേജറുടെ അടുത്തെത്തി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇയാളാണ് എന്നെ ഉപദ്രവിച്ചത്. എന്റെ ദേഹത്ത് ഇയാളുടെ ഇടികൊള്ളാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇനി ബാക്കിയില്ല, അവൻ പറഞ്ഞു. മാനേജർ ആദ്യം ആ ചെറുപ്പക്കാരനെയും പിന്നീട് അഭിനവനെ നോക്കി. ബാക്കിയുള്ളവരും അഭിനവനെ നോക്കുകയായിരുന്നു. അഭിനവ് അപ്പോൾ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. എന്നാൽ മാനേജർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ VIP കസ്റ്റമറുടെ മേൽ കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മാനേജർ അഭിനവനോട് ചോദിച്ചു. വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെ. ഇവൻ അനാവശ്യമായിട്ട് ശല്യം ചെയ്തു. ഞാൻ മോശമായി അവനോട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവസാനം ഇവൻ എന്റെ അച്ഛന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തിരിച്ചടിച്ചത്. എന്നാൽ മാനേജർ അഭിനവിനെ പിന്നീട് കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല. മതി, ഇത്രയും ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ മാപ്പ് പറ, അതാകും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നോട് ഇനി സംസാരിക്കുന്നത് പോലീസായിരിക്കും, മാനേജർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ മാപ്പ് പറയണം? കൊള്ളാലോ, ഇതിപ്പോ വാദി പ്രതിയായോ? അവനോട് കിട്ടിയതും കൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ പറ, അഭിനവ് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. യു ഇഡിയറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. മാപ്പ് പറയാതെ നീ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തു പോവില്ല, അഭിനവ് അടിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. ഇനിയെങ്കിലും ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായി തീരുമെന്ന് റോഷ്നിക്ക് തോന്നി. സാർ, യഥാർത്ഥത്തിൽ തെറ്റ് അഭിനവന്റെതല്ല, ഇയാളാണ് എല്ലാത്തിനും കാരണം. ഇവൻ എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു, എന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഞാനും അഭിനവ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പോഴാണ് ഈ വൃത്തികെട്ടവൻ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത്. റോഷ്നി അവിടെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും മാനേജറോടും ചുറ്റും കൂടെ നിൽക്കുന്നവരോടുമായി പറഞ്ഞു. മാനേജർ ആ പയ്യനെ ഗൗരവത്തോടെ നോക്കി. ഈ പെൺകുട്ടി തന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണോ? മാനേജർ ചോദിച്ചു. എന്നാൽ അതിനവന് മറുപടി പറഞ്ഞില്ല. മാനേജർ വീണ്ടും റോഷ്നിയെ നോക്കി. അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞങ്ങളോട് പറയല്ലേ വേണ്ടത്? എന്തായാലും മാഡം, ഇവരോട് മാപ്പ് പറയേണ്ടി വരും, മാനേജർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അഭിനവ് മനസ്സിലാക്കി. ആ പയ്യൻ വളരെ വലിയ ഏതോ ബിസിനസ്മാന്റെ മകനാണ്. തന്റെ ഭാഗം നിന്നാൽ മാനേജർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. പണത്തിന്റെ ബലം കണ്ട് അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന മാനേജറെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് അഭിനവിന് തോന്നി. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് വിക്രമിന്റെ കാർഡ് എടുത്ത് മാനേജർക്ക് നേരെ നീട്ടി. മാപ്പ് പറയണോ വേണ്ടയോന്ന് ഈ കാർഡ് തീരുമാനിക്കും, അഭിനവ് പറഞ്ഞു. മാനേജർ ആ കാർഡ് വാങ്ങി ശ്രദ്ധാപൂർവം നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാൾ കാർഡിലേക്കും പിന്നീട് അഭിനവിനെ നോക്കി. അത് വിക്രമിന്റെ VIP കാർഡാണ്. അഭിനവ് വിക്രമിന് വളരെ വേണ്ടപ്പെട്ടയാളാണെന്ന് അതോടെ മാനേജർക്ക് മനസ്സിലായി. അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. വിക്രം സാർ ഇതിനെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഇവിടുത്തെ ജോലി തെറിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് അയാൾക്ക് തോന്നി. മാനേജർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിനവ് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ആ പയ്യനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവൻ റോഷ്നിയും കൂട്ടി അവിടെ നിന്നിറങ്ങി. രണ്ടുപേരും കാറിൽ കയറിയിരുന്നു. പക്ഷെ പരസ്പരം സംസാരിച്ചില്ല. അവിടെ സംഭവിച്ചതെല്ലാം വെച്ച് റോഷ്നി തന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് അബി ഓർത്തു. അവൻ അവളെയും കൊണ്ട് കാർ
കാറിൽ മുന്നോട്ട് കുതിച്ചു. അഭിനവൻ അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്തരം ഒരു അവസരത്തിൽ ഇനി മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് താൻ ആരാണെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കൂടുതൽ നേരം ഒപ്പം ചെലവഴിച്ച് അവളുടെ സംശയം കൂട്ടാനുള്ള അവസരം ഒരുക്കണ്ട എന്ന് അബിക്ക് തോന്നി. മുൻപ് ചില ദിവസങ്ങളിൽ പണമില്ലാത്തത് കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൈനിറെ പണം കിട്ടിയിട്ടും സമാധാനമായി ആഹാരം കഴിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് അഭിനവ് ഓർത്തു. സോറി അബി, ഞാൻ നിന്റെ മൂഡ് സ്പോയിൽ ചെയ്തല്ലേ. ഫുഡ് പോലും കഴിക്കാതെയല്ലേ നീ ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റെവിടെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം. വെറുതെ നിന്റെ ഒരു ദിവസം കുളമാക്കണ്ട, അവൾ പറഞ്ഞു. തന്റെ മനസ്സിലുള്ളത് അവൾ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അഭിനവൻ അത്ഭുതം തോന്നി. അതൊന്നും സാരമില്ല റോഷ്നി, നിനക്ക് തിരക്കില്ലെങ്കിൽ നമുക്ക് മറ്റെവിടെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഞാനല്ലേ, അത് നടക്കാതെ പോകണ്ട, അവൻ പറഞ്ഞു. അവൻ ആ കാറ് റോഷ്നി കാണിച്ചു കൊടുത്ത ഒരു സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ നിർത്തി. റോഷ്നി വേഗം ഇറങ്ങി ആ ഹോട്ടലിലേക്ക് നോക്കി. അഭിനവും ആ ഹോട്ടലിന്റെ നെയിം ബോർഡ് നോക്കി. പേര് വായിച്ചപ്പോൾ തന്നെ ആ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണ് എന്നവന് മനസ്സിലായി. അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേരിനൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഡേവിഡ് തരകന്റേത്. ടൈഗറിന്റെ പക്കലുള്ള സമ്പത്തും ബിസിനസ്സും ഡേവിഡ് തരകന്റെ പക്കൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും ഊഹം. അയാളെ ഒന്ന് കാണണമെന്ന് അഭിനവും ആഗ്രഹിച്ചിരുന്നു. അവൻ റോഷ്നിയും കൊണ്ട് ഹോട്ടലിന്റെ കോർണറിലേക്കുള്ള ഒരു സീറ്റിലിരുന്നു. അപ്പോഴേക്കും ഒരു വെയിറ്റർ വന്ന് അവരുടെ ഓർഡർ എടുത്തു. അപ്പൊ നീ നിന്നെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അല്ലേ അബി? തരകനെ കുറിച്ച് ചിന്തിക്കായിരുന്ന അഭിനവിനോട് റോഷ്നി ചോദിച്ചു. രണ്ടുപേരും ഓർഡർ ചെയ്ത വൈൻ കുടിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് എന്തു പറയാൻ? അഭിനവ് ചോദിച്ചു. റോഷ്നിയുടെ മനസ്സിൽ തന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് സംശയം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. അന്ന് പാർട്ടിയിൽ വിക്രം അഭിനവിന് പ്രത്യേകം പരിഗണന കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എല്ലാവരിലും ഇതേ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഡ്രൈവറുടെ മകനാണെന്ന് വിക്രം പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ റോഷ്നിക്ക് മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്നെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലേ അബി? അതെന്റെ മുഖത്ത് നോക്കി പറയാവോ? റോഷ്നി അവനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അഭിനവ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പതറി. റോഷ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അഭിനവ് ചുറ്റും നോക്കി. അപ്പോഴാണ് അവന്റെ കണ്ണുകളിൽ ചില ആളുകൾ പതിഞ്ഞത്. അവർ അവരുടെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അല്പം ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ട് അഭിനവനും റോഷ്നിക്കും അവര് പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഡേവിഡ് തരകൻ ബോസ് ഇന്ന് എറണാകുളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഫേമസ് ആണ്, അവരിൽ ഒരാൾ പറഞ്ഞു. അതെ, ടൈഗർ വരുമെന്നൊക്കെ ചുമ്മാ MK ഗ്രൂപ്പുകാര് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ശരിക്കും അങ്ങനെ ഒരാളില്ല. ഇപ്പൊ ഡേവിഡ് ബോസിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് കേട്ട ഉടനെ അഭിനവ് ഈ കാര്യം പറഞ്ഞ ആളെ നോക്കി. ടൈഗറിനെ കുറിച്ച് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലായി. പറയൂ അബി, നീ എന്നിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത്? റോഷ്നി ചോദിച്ചു. എന്നാൽ അവള് പറഞ്ഞത് ശ്രദ്ധിക്കാതെ തൊട്ടരികിലിരിക്കുന്നവർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു അഭിനവ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ടൈഗർ എങ്ങും പോയിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, അവൻ തിരിച്ചു വരും, അവരിൽ ഒരാൾ പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജോണി, ഇങ്ങനെ വലിച്ചു വാരി കുടിക്കരുതെന്ന്. ഇപ്പൊ തന്നെ നോക്ക്, നീ തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയാ പറയുന്നത്? മറ്റൊരാൾ പറഞ്ഞു. ഡേവിഡിന്റെ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ജോണി സംസാരിക്കുന്നത്. ടൈഗറിനെ ശത്രുവായി കാണുന്ന ആളാണ് ഡേവിഡ്. ഡേവിഡിന്റെ ആളുകൾ ഇത് കേട്ടാൽ ജോണിയുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് ആ കൂട്ടുകാരന് മനസ്സിലായി. അതാണ് അയാൾ അവനെ തടഞ്ഞത്. ഞാൻ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണെന്നാണോ നീയൊക്കെ കരുതിയത്? കൊള്ളാം, ഒരു വെളിവില്ലാതെ പറയുന്നത് നീയൊക്കെയാണ്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് താരതമ്യം ചെയ്യാൻ വന്നേക്കുന്നു. പൊട്ടന്മാര് വിസ്കി നാടൻ മാറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയുണ്ടത്. ഞാൻ പറയുന്നത് നീയൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോ. ടൈഗർ ജീവിച്ചിരിപ്പുണ്ട്. ആൻഡ് ഹി വിൽ റിട്ടേൺ സൂൺ, ജോണി പറഞ്ഞു. ജോണിയുടെ വാക്ക് കേട്ട് അഭിനവൻ ഞെട്ടി. ജോണി അത് മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ അതോ അവന്റെ പക്കൽ ടൈഗർ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവൻ അറിയാൻ ആഗ്രഹിച്ചു. വളരെ സുരക്ഷിതമായി MK ഗ്രൂപ്പ് കൊണ്ടു നടന്നിരുന്ന രഹസ്യം എങ്ങനെ ഇയാൾ അറിഞ്ഞുവെന്ന് അവൻ ചിന്തിച്ചു. ഇനി എന്ത് സംഭവിക്കും? അഭിനവിന് ജോണി പറഞ്ഞതിന്റെ പൊരുൾ കണ്ടെത്താൻ കഴിയുമോ? റോഷ്നിയോട് അഭിനവ് എല്ലാം തുറന്നു പറയുമോ? അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ.